എസ് ശ്രീജിത്തിന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി 3 മണിക്ക് നട തുറക്കുമ്പോൾ നമുക്ക് ആൾക്കാരെ തൊഴിച്ചിട്ട് ഈ തിരുമുറ്റം കൂടെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് കയറ്റാൻ പറ്റും. അല്ല, ഈ നാളെയും ഈ വരുന്ന അടുത്ത മാസം 6-ാം തീയതി വരെയും സമാനമായ ബുക്കിംഗ്. ഞാൻ വീണ്ടും ബുക്കിംഗ് അല്ല പ്രശ്നം. ബുക്കിംഗ് 70,000 തന്നെ ഉള്ളൂ. സ്പോട്ട് ബുക്കിങ്ങിന് നമ്മൾ 20,000 എന്നുള്ള ലിമിറ്റ് വെക്കുമ്പോൾ ആ ലിമിറ്റിനുള്ളിലുള്ള ആൾക്കാർ വരാതെ സ്പോട്ട് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൊഴാം എന്നുള്ള ധാരണയോടുകൂടി വരുന്നവരാണ് നമുക്ക് അവർ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇപ്പോൾ എന്തായാലും സ്പോട്ട് ബുക്കിംഗ് ഇല്ല, ഇന്നത്തേക്ക് നാളത്തേക്കുള്ളത് തീർന്നു കഴിഞ്ഞു ഓൾറെഡി. ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറയാനായിട്ടാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അതുകൂടാതെ ഇനി വരുന്ന ആൾക്കാർക്ക് ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ തോത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുവദിക്കാത്ത രീതിയിൽ നമ്മൾ നിലയ്ക്കൽ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടില്ല. ഇന്നിപ്പോൾ തൊഴാൻ വരുന്നവന് ചിലപ്പോൾ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് കിട്ടിയെന്ന് വരില്ല. നിറഞ്ഞു കഴിഞ്ഞാൽ ആ 20,000 ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അനുവദിക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ലോട്ടിൽ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആൾക്കാർ വരാൻ. അപ്പോൾ നിലയ്ക്കൽ ഒരു ബുക്കിങ്ങും ഇല്ലാതെ വരുന്നവർ അവിടെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസുകാരുടെ എണ്ണം പോലീസുകാരുടെ എണ്ണം കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? പോലീസുകാർ ഈ ആവശ്യത്തിന് കൂടുതൽ പോലീസുകാർ ഇപ്പം നിലവിലുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല, 2-3 കാര്യത്തിലുള്ള ഡിസിപ്ലിൻ ഭക്തജനങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അതൊന്ന് ഈ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. രണ്ടാമത് നമ്മൾ നിഷ്കർഷിച്ച ക്യൂവിലൂടെ തന്നെ വരിക. ഈ കാട്ടിലൂടെ പോകുന്നതുകൊണ്ട് വേറെ പല പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം വന്യജീവികളുടെ പ്രശ്നങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെയൊക്കെ സേഫ്റ്റി ഉദ്ദേശിച്ച് പിന്നെ പലയിടത്തും ചെങ്കുത്തായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കരുതണം. അതുകൊണ്ട് നമ്മൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ദർശനത്തിന് വരികയും പോവുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഉത്തമം. ഞങ്ങൾക്കും അതാണ് സമാധാനം. എല്ലാവരെയും ഭക്തജനങ്ങളെ ഭംഗിയായിട്ട് തൊഴിച്ച് തിരിച്ച് വീട്ടിലെത്തിക്കാന്നുള്ള ചുമതല ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ കുറുക്കുവഴികളിലൂടെ വരുന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പ്രത്യേകിച്ച് ശരംകുത്തിയിൽ നിന്ന് നേരെ ചന്ദ്രാനന്ദ റോഡിലേക്ക് രാത്രി മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് ആ സമയത്ത് നിയന്ത്രിക്കാൻ ആളില്ലാണ്ടായിരുന്നതാണോ? അവിടെ കടന്നു പോയി നോക്കിയാൽ കാണാൻ എത്ര വഴികളുണ്ടെന്ന്, എത്രയോ വഴികളുണ്ട്. അത് നമ്മൾ ആ വഴിയിൽ കൂടി അല്ലാതെ തന്നെ അവർ വരാനായിട്ട് തീരുമാനിക്കണം. നേരായിട്ടുള്ളൊരു വഴി കിടക്കുമ്പോൾ എന്തിനാണ് ഈ വളഞ്ഞ വഴിക്ക് പോണത്? അപ്പോൾ അത് ഇന്നലെ നിങ്ങൾ കാണിച്ച വിഷ്വൽ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് കാണുന്നുണ്ടല്ലോ ആൾക്കാർ വരുന്ന വഴി എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അവിടെ ഓരോ സ്ഥലത്തും പോലീസിനെ നിർത്തുക എന്ന് പറയുന്നത് പ്രായമല്ല, അത് കാടാണ് സത്യം. അപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് വന്ന് തൊഴുതിട്ട് പോകണം എന്നുള്ള തീരുമാനത്തോട് വേണം ഭക്തർ വരാൻ. അല്ലെ ഏത് കുറുക്കുവഴിയും അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതരുത്. അത് അവർക്കും അപകടമാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അത് ഭഗവാനെ ബുദ്ധിമുട്ടി. കാരണം വെച്ചാൽ പൂങ്കാവനം അങ്ങനെ മലിനപ്പെടുത്താനുള്ള വഴിയും കൂടെ അല്ല. ഭഗവാൻ ഇത്രയും വഴി തന്നെയാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിനകത്ത് വളരെ പരിമിതമായ വഴികൾ മാത്രമാണ് ഇതിനുവേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വന്യജീവി സങ്കേതത്തെ കൂടെ എന്താ പറയുക മലിനപ്പെടുത്തിയ രീതിയിലാണ് പലരും വരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെല്ലാവരോടുമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. അവിടെ സന്നിധാനത്ത് നട തുറന്നിട്ടുണ്ട്. അപ്പോൾ ആളുകളെയൊക്കെ തന്നെയും ഇപ്പോൾ കയറ്റിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രീജിത്ത് പറഞ്ഞതനുസരിച്ച് ഭക്തർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം. 20,000 പേർക്ക് മാത്രമേ ഒരു ദിവസം സ്പോട്ട് ബുക്കിംഗ് നൽകുന്നുള്ളൂ. അതിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ആളുകൾ കാത്തിരിക്കണമെന്നാണ് സന്നിധാനത്തിൻ്റെ സ്പെഷ്യൽ ചുമതലയുള്ള എസ് ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത്. വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സന്നിധാനത്ത് ഇപ്പോഴും നടത്തുന്നുണ്ട്. തീർത്ഥാടകർക്ക് സുഗമമായി തന്നെ തൊഴുതു പോകുവാനുള്ള സൗകര്യം ഏർപ്പാടാക്കുന്നുണ്ട് എന്നും ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും പറയുന്നു. പക്ഷേ ഈ തിരക്ക് ഇപ്പോഴും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ പലപ്പോഴും വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയൊക്കെ ഒരു ആക്ഷേപമായി ഉയരുന്നും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നന്ദുഷയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ഇപ്പോൾ നട തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഇപ്പോൾ എങ്ങനെയുണ്ട്? തിരക്ക് നിയന്ത്രണ വിധേയമാണോ? ആളുകൾ മെല്ലെ മുന്നോട്ട് പോയി തുടങ്ങിയിട്ടുണ്ടോ? നേരിയ തോതിൽ ക്യൂ ചലിച്ചു തുടങ്ങി എന്ന് പറയേണ്ടി വരും. ആളുകളുടെ നീണ്ട നിരയിൽ നിന്നും ചെറിയ രീതിയിൽ ആളുകൾ 18ാം പടിക്ക് താഴെയുള്ള പ്രദേശത്തേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട നടപ്പന്തലിൽ നിന്നാണ് ചെറിയ രീതിയിൽ ആളുകൾ നീങ്ങി തുടങ്ങിയത്. അതിനർത്ഥം 18ാം പടിക്ക് മുകളിൽ സന്നിധാനത്തും സ്വാഭാവികമായിട്ട് അടിച്ചുകൂടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ തെളിവായി പറയാൻ കഴിയുന്നത്. അതുമൂലമാണ് നടപ്പന്തലുള്ള ആളുകൾക്ക് ദർശനത്തിനായി മുകളിലേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം നേരിയ തോതിലാണെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതൊന്നും പോരാ. സത്യത്തിൽ അജി പറഞ്ഞതുപോലെ തന്നെ ശബരിമലയുടെ പ്രത്യേക ഒരു ഭൂപ്രദേശവും അല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരത്തിലൊരു അമ്പലമായതിനാൽ, ക്ഷേത്രമായതിനാൽ ഇവിടേക്ക് കടന്നു വരുന്ന വഴികളിൽ തീർച്ചയായും തീർത്ഥാടകർ കൂടി കുറച്ച് ഉത്തരവാദിത്തം പാലിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ചന്ദ്രാനന്ദ റോഡുകൾ ചാടിക്കിടന്ന് തീർത്ഥാടകർ വനപാത വഴി അല്ലെങ്കിൽ വനത്തിലൂടെ
സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ നടപ്പന്തലിന്റെ അരികിലേക്ക് മരക്കൂട്ടത്തേക്കും ഒക്കെ എത്താനുള്ള ശ്രമം നടത്തുന്നു എന്നത് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാര്യം ഇടതുപക്ഷ ഉൾപ്പെടെയുള്ള മേഖലയാണ്. അവിടെ കൂടെ വനത്തിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിച്ച് അയ്യപ്പനെ കാണാനായി അല്ലെങ്കിൽ തികോൾ നേരത്തേക്കൊക്കെ എത്താനായി ശ്രമിക്കുന്നത് തീർച്ചയായും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ പോലീസ് എത്രയൊക്കെ സ്ട്രിക്റ്റ് ആയാലും അല്ലെങ്കിൽ എത്രയൊക്കെ കർക്കശത്തോടെ ഭക്തരോട് ഇടപെട്ടാലും അറിയാം ക്രൗഡല്ല, ഇത് പിൽഗ്രിംസ് ആണ്, തീർത്ഥാടകരാണ്. അവരോട് ചൂരൽ ഉപയോഗിച്ച് പെരുമാറാൻ പോലീസിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമേ പോലീസ് കഴിയുള്ളൂ. ആ നിർദ്ദേശങ്ങൾ ഭക്തർ കൂടി പാലിച്ചാൽ മാത്രമേ സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതും വ്യക്തമാണ്.